ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ വെള്ളക്കാലിയാണിത് കൂണ്. അപ്പോൾ കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ കൂണ് വെച്ചിട്ട് നമുക്ക് കൂണ് കറി വയ്ക്കാം. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് ഈ കൂണ് കിട്ടിയത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. നമുക്ക് പറമ്പൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് തന്നെയാണ് കൂണ് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അത്ര കഴിക്കില്ല, അച്ഛനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂണ്. അപ്പോൾ ഇന്ന് കൂണ് കറി. അപ്പോൾ ഞങ്ങൾ കൂണ് നുറുക്കാൻ തുടങ്ങിയിട്ടാ. ഞാനമ്മയും കൂടിയിട്ടാണ് ഇരുന്ന് നുറുക്കണത്. അമ്മ പറഞ്ഞു ഞാനും കൂടാം, അപ്പോൾ പെട്ടെന്ന് കഴിയില്ലേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കൂണ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ കണ്ട കൂണ് ഒരെണ്ണം മാത്രമേ വിരിഞ്ഞ കൂണുള്ളൂ, ബാക്കിയൊക്കെ മുട്ടുകൂണുകളാണ്. മുട്ടുകൂണ് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ മുട്ടുകൂണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതന്നെ കൂടുതലും കിട്ടിയേക്കണത്. ഒരെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ കൂണ്. പിന്നെ ചെറുതൊക്കെ വരുന്നുള്ളൂ കൂണുകളൊക്കെ. അപ്പം നമ്മുടെ കൂണിതാ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കേടുള്ളതൊക്കെ കളഞ്ഞു. ഞാൻ ഇനി കഴുകാൻ പോവാണ് അതൊക്കെ. ഇത് ആദ്യം തന്നെ നുറുക്കിയിട്ട് കഴുകാണ്ടായിരുന്നു. അല്ല വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ മണ്ണൊക്കെ ഇങ്ങനെ ആകെ പറ്റി പിടിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ എത്ര കഴുകിയാലും അതിങ്ങനെ ചെളി കളർ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നുറുക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ മുറിച്ച് കളഞ്ഞ ആ ഭാഗം കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായി കഴുകിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. കൂണ് നല്ല പോലെ കഴുകിയിട്ടുണ്ട്. ഞാനിത് നുറുക്കിയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയിലിട്ട് വെച്ചിട്ട് മഞ്ഞപ്പൊടിയും വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചു. ഞാൻ മഞ്ഞച്ചിരിക്കുന്നു വെച്ചു ഞാൻ. എന്നിട്ട് കുറച്ച് കണ്ടിട്ട് ഞാൻ കഴുകിയത് നല്ല പോലെ ഞാൻ കഴുകിയിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നത് നല്ലതാണ്. ഇട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് കറി വയ്ക്കാം. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ. അതുകൂട്ടി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അത്യാവശ്യം അതിൻ്റെ പച്ചമണമൊക്കെ പോകണ വരെ അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഇത്തിരി സിമ്മിലിട്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോയല്ലോ. ചെറുതായിട്ടെന്നാലും കരിഞ്ഞു, പെട്ടെന്ന് ശ്രദ്ധ പോയി. അപ്പോൾ അതേ പിന്നെ അതിലേക്ക് സവോള നുറുക്കിയിട്ടത് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത്തിരി ഒരു ബ്രൗൺ കളർ ആവണ്ട, എന്നാലും അതിൻ്റെ ഒരു ഇതൊന്ന് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണ വരെ അത് ഇടുക. പിന്നെ വഴറ്റുക. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതാണ്ടോ ഇങ്ങനെ ഈ ബ്രൗൺ കളറ് ഏകദേശം ആവണ വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇതായിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് നല്ലപോലെ അതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. തക്കാളി ഒന്ന് വരട്ടെ. അത് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്, നമുക്ക് എത്രയാണ് വേണ്ട അതിനനുസരിച്ച് ഇടുക. അപ്പോൾ പിന്നെ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ഉണ്ടായിരുന്നില്ല, അപ്പം പട്ട ഗ്രാമ്പും അതൊക്കെ പൊടിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂൺ അതിലേക്ക് ഇടുക. കൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാവിടെയും അത് പിടിക്കണ്ടേ, നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ കൂണിന് പിന്നെ നല്ല വേവുണ്ടല്ലോ, അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ കറക്റ്റ് വേവ് അല്ലാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് വയറുവേദനയൊക്കെ വരും. അപ്പോൾ നല്ലപോലെ വേവിച്ചിട്ട് കഴിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ കൂണിന്ന് വെള്ളം എന്തായാലും ഇറങ്ങും, അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അതെ, നമ്മുടെ കൂണിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെന്തിട്ടില്ല, കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സിമ്മിലിട്ടൊക്കെയാണ്. സിമ്മിലിട്ടൊന്ന് വേവിക്കണം. ഇത്തിരിയും കൂടി ഒന്ന് വേവാനുണ്ട്. നല്ല കൂണിന് നല്ല വേവുണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായി വേവിക്കണം. അപ്പോൾ നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂൺ കറി റെഡി ആയിട്ടുണ്ട്. ആവി പറക്കണം, അതാണ് അങ്ങനെ കളറായി പോലെ. കൂൺ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറോടെയാണ് ആക്കിയിരിക്കുന്നത്.
എന്താ കൂൺ കറി റെഡി. അപ്പോൾ നമ്മുടെ കൂൺ കറിയൊക്കെ റെഡി ആയിട്ടോ. ഇനി എന്താ കുറച്ച് കഴിയുമ്പോൾ ചോറിടണം കൂൺ കറി കൂട്ടിയിട്ട്. ഇന്ന് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ കൂണ് കണ്ടപ്പോൾ അമ്മ എന്നെ വിളിച്ചതാണ്. പൊന്നു ഇതാ കൂണ് നിൽക്കണോ പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഞാൻ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു കൂണ് കിട്ടിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഒന്ന് കൂണ് കിട്ടി. അങ്ങനെ കൂണ് കറി വെച്ചു. ഇനി കുശാലായിട്ട് അത് കൂട്ടിയൊന്ന് ചോറിടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നീട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.